വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ ആരംഭിക്കണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA നിയമസഭയിൽ. സബ്മിഷനിലൂടെയാണ് MLA വിഷയം ഉന്നയിച്ചത്. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നതാണ് LDF സർക്കാരിന്റെ നിലപാടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. വണ്ടൂർ അമ്പലപ്പടിയിൽ 7 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്ത് പരിധിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വകുപ്പ്. ലോക ഹൃദയ ആരോഗ്യ ദിനം. ഹൃദയപൂർവം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ജില്ലാ കലക്ടർ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്കാണ്. നിലമ്പൂർ ബൈപ്പാസിന്റെ 1ാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുവാനും 2ാം ഘട്ടത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കുവാനും നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച് ആര്യടൻ ഷൗക്കത്ത് MLA. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിൽ നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ നിലമ്പൂർ ബൈപ്പാസിന് 2016 ഭരണാനുമതി നൽകിയത്. വർഷം 9 കഴിഞ്ഞിട്ടും ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്നും MLA നിയമസഭയിൽ പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിൽ 227 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും 2.400 മീറ്റർ സ്ഥലം ഏറ്റെടുത്ത് സാങ്കേതിക അനുമതിയുമായി. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുവാനായിട്ടില്ല. ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുവാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയാണ് തടസ്സമെന്നും ഈ വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയില്ലെങ്കിൽ വീണ്ടും 10 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്നും MLA നിയമസഭയിൽ പറഞ്ഞു. 2ാം ഘട്ടത്തിനായി സ്ഥലം നൽകിയവർക്ക് അതിൻ്റെ വില ലഭിക്കുകയോ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണ്. വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് ഇവർ. അതിനാൽ അടിയന്തരമായി ആദ്യഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുകയും 2ാം ഘട്ട സ്ഥലമേറ്റെടുപ്പ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നുമാണ് സബ്മിഷനിലൂടെ ആര്യടൻ ഷൗക്കത്ത് MLA ആവശ്യപ്പെട്ടത്. അതിന് TS ലഭിച്ചു. പക്ഷേ ഇതുവരെ വർക്ക് ടെൻഡർ ചെയ്യാൻ സാധിക്കുന്നില്ല. ടെൻഡർ ചെയ്യാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം ഭരണാനുമതി ലഭിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബൈപ്പാസിന് വേണ്ടിയുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ പ്രവൃത്തി തുടങ്ങാവൂ എന്നാണ്. അത് പരിഹരിച്ചില്ലെങ്കിൽ ഇന്നും നിലമ്പൂരിലെ കഴിഞ്ഞ 10 വർഷമായി ഇനിയും ഒരു 10 വർഷം കൂടി കഴിഞ്ഞാലേ ഈ പോക്ക് പോയാൽ നമുക്ക് നിലമ്പൂരിന്റെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. അതുകൊണ്ട് അടിയന്തരമായി ഈ സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്ത് ബൈപ്പാസിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനും ബാക്കിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുമുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുക. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നതാണ് LDF സർക്കാരിന്റെ നിലപാടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. നിയമസഭയിൽ ആര്യടൻ ഷൗക്കത്ത് MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. 1ാം ഘട്ട നിർമ്മാണത്തിനായി 2 ഘട്ടമായി വിഭജിച്ച ബൈപ്പാസിന്റെ ദൈർഘ്യം 6 കിലോമീറ്ററാണ്. 1ാം ഘട്ടം
4 കിലോമീറ്റർ 387 മീറ്റർ ഭാഗവും രണ്ടാം ഘട്ടം 1 കിലോമീറ്റർ 87 മീറ്റർ ഭാഗവും 2014 ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചെങ്കിലും അത് പൂർത്തീകരിക്കും മുൻപാണ് അന്നത്തെ സർക്കാർ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 1 കിലോമീറ്റർ 86 മീറ്റർ റോഡ് നിരപ്പാക്കലും പാർശ്വഭിത്തി കെട്ടൽ മാത്രം നടത്തുകയും ബാക്കി ഭൂമി ലഭ്യമാകാത്തതിനാൽ കരാർ അവസാനിപ്പിക്കേണ്ടിയും വന്നു. 227.18 ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ധനകാര്യമന്ത്രി സ്വീകരിച്ച അനുകൂല നിലപാട് പ്രത്യേകം മന്ത്രി എടുത്തു പറഞ്ഞു. ഒന്നാം ഘട്ട നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിർമ്മാണം ആരംഭിക്കുവാനുള്ള നടപടി പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഭരണാനുമതിയിലെ വ്യവസ്ഥകളിൽ ഇളവ് നൽകി ഒന്നാം ഘട്ട നിർമ്മാണത്തിന് ടെൻഡർ നടപടികൾക്കായി പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച പ്രപ്പോസൽ പരിഗണിച്ചു വരികയാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി 75 കോടി രൂപ പുതുക്കിയ ഭരണാനുമതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിന് മലപ്പുറം LA വിഭാഗം 55 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ചീഫ് എഞ്ചിനീയറുടെ പ്രപ്പോസലും പരിഗണനയിലാണ്. കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും ബൈപ്പാസിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനമാണ് നടത്തിയത്. പരമാവധി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. 227 കോടി 18 ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി ഫണ്ട് വകയിരുത്തിയ സർക്കാരാണ് LDF സർക്കാർ എന്നുള്ളത് ഈ സഭയെ പ്രത്യേകം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഇക്കാര്യത്തിലെടുത്ത അനുകൂലമായ സമീപനത്തെ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. മുൻകാല അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാകണം ഫേസ് 1, ഫേസ് 2 എന്നിവക്ക് ആവശ്യമായ മുഴുവൻ ഭൂമിയും ലഭ്യമായതിനു ശേഷം മാത്രമേ ടെൻഡർ നടപടികൾ സ്വീകരിക്കാവൂ എന്ന് ഭരണാനുമതി നൽകുമ്പോൾ വ്യവസ്ഥ ചെയ്തിരുന്നു. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്ന നിലപാടാണ് LDF സർക്കാരിനുള്ളത്. നിലവിൽ ഫേസ് 1 ഉൾപ്പെടുന്ന കിലോമീറ്റർ 0 മുതൽ 2/460 വരെയുള്ള റീച്ചിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുപ്പ് പൂർണ്ണമായി പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് പ്രവൃത്തി ആരംഭിക്കുവാൻ കഴിയുന്നതിനുള്ള ശ്രമം PWD നടത്തുന്നുണ്ട്. സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകി സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായ ഫേസ് 1 ഭാഗിക സാങ്കേതിക അനുമതി നൽകി ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതിനായുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർ നൽകിയ പ്രപ്പോസൽ പരിശോധിച്ചു വരികയാണ്. ധനകാര്യ വകുപ്പിന്റെ അനുമതി കൂടി ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 75 കോടി രൂപ പുതുക്കിയ ഭരണാനുമതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിച്ച അടിപ്പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റെയിൽവേയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച അടിപ്പാത ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ഔദ്യോഗികമായ ഉദ്ഘാടനം പിന്നീടാകും നടക്കുക. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അടിപ്പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗതാഗതത്തിനായി അടിപ്പാത തുറന്നുകൊടുത്തത്. വാഹനങ്ങൾ അടിപ്പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങി. ബസ്സുകളടക്കം ഇപ്പോൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ റെയിൽവേ ഗേറ്റിന് പകരമായാണ് അടിപ്പാത നിർമ്മിച്ചത്. 2024 ഏപ്രിലാണ് അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നത്. 6 മാസം കൊണ്ട് തീർക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ അടിപ്പാതയുടെ നിർമ്മാണം മാസങ്ങളോളം നീണ്ടുപോയി. ഇത് ഏറെ പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി. അടിപ്പാത നിർമ്മാണത്തിനു വേണ്ടി പെരുമ്പിലാവ് സംസ്ഥാന പാത അടച്ചതോടുകൂടി കാളികാവ് പൂക്കോട്ടുംപാടം ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ രാമൻകുത്ത് അടിപ്പാത വഴിയും മറ്റ് ഇടുങ്ങിയ റോഡുകൾ വഴിയും ചുറ്റിക്കറങ്ങിയാണ് സഞ്ചരിച്ചിരുന്നത്. ഈ ഒരു പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ അടിപ്പാത തുറന്നുകൊടുത്തതോടുകൂടി പരിഹാരമാകുന്നത്. വണ്ടൂർ അമ്പലപ്പടിയിൽ 7 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 17-18 വാർഡുകളിൽ വ്യാപകമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
അമ്പലപ്പടി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സിയാറാം 71 വയസ്സ്, ഗ്രീഷ്മ 29 വയസ്സ്, ഋതേഷ് 7 വയസ്സ് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മലമ്പനി സ്ഥിരീകരിച്ചത്. തുടർന്ന് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെക്ടർ സർവേ, വെക്ടർ കളക്ഷൻ, ലാർവ കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പലപ്പടിയിൽ 7 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഞ്ചായത്തിലെ 17-18 വാർഡുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. അമ്പലപ്പടി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സിയാറാം, ഗ്രീഷ്മ, ഋതേഷ് എന്നിവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മലമ്പനി സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്നാണ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെക്ടർ സർവേ, വെക്ടർ കളക്ഷൻ, ലാർവ കളക്ഷൻ തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പനി സർവേ, ഉറവിട നശീകരണം, ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ നടപടികളും പുരോഗമിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഏകോപനത്തിന്റെ ഭാഗമായി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ രാവിലെ 8 മണി മുതൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എല്ലാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും നിയോഗിച്ചു. ആശാപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ടീമുകളായി തിരിഞ്ഞ് ഇവർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഹെൽത്ത് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിലെ കുടിവെള്ള ടാങ്കുകളും മറ്റ് ജലസ്രോതസ്സുകളും പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ രാത്രിയിൽ നടന്ന പരിശോധനയിൽ മലമ്പനി പരത്തുന്ന അനോഫിലിസ് കൊതുകിനെയും അതിൻ്റെ ലാർവകളെയും കണ്ടെത്തിയിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിൽ പനി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിൽ അമ്പലപ്പടി ഭാഗത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 3 പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. അതും കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിലാണ് ഈ 3 പേർക്കായിട്ട് മലമ്പനി സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ നിന്നും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ് മലമ്പനി. വണ്ടൂർ ബ്ലോക്കിന് കീഴിൽ തന്നെ ഈ ഒരു മാസത്തിനിടയ്ക്ക് മമ്പാട്, മഞ്ചേരി, പാണ്ടിക്കാട്, വണ്ടൂർ ഉൾപ്പെടെ 6ഓളം കേസുകളാണ് മലമ്പനിയുമായി റിപ്പോർട്ട് ചെയ്തത്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇതിനെ ഈ സമയത്ത് തന്നെ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് കിട്ടിയതെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഇവരിൽ നിന്നും കിട്ടരുത് എന്നുള്ളത് കൊണ്ടുമാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഇന്ന് രാവിലെ വണ്ടൂരിലേക്ക് എത്താൻ പറയുകയും ആശാവർക്കർമാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഏകദേശം 2 വാർഡുകളിലായി മുഴുവൻ വീടുകളും കവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് രൂപം കൊടുക്കുന്നത്. ഓരോ വീടുകളിലും പനി കേസുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും ആർക്കെങ്കിലും ഇനി പനി വരികയാണെങ്കിൽ അവരുടൻ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടാനുമുള്ള സംവിധാനങ്ങളാണ് കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കാനുള്ള നോട്ടീസ് സജ്ജമാക്കിയിട്ടുണ്ട്. അവരുടെ വെക്ടർ സ്റ്റഡി, അവരുടെ ഒരു ഇൻഡെക്സ്, അതായത് കൊതുകിൻ്റെ സാന്ദ്രത കണ്ടെത്താനുള്ള ഒരു പഠനം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ രാവിലെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ സമയത്ത്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നോട്ടീസ് വിതരണം, ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ്. പ്രവർത്തനങ്ങൾക്ക് വണ്ടൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ശ്രീജിത്ത് അമ്പറക്കാട്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർ ജാൻസി MT, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ M പ്രഭാകരൻ, പുഷ്പ KV, ജസീർ MM, ജിതേഷ് P എന്നിവരും വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും നേതൃത്വം നൽകുന്നുണ്ട്. ലോക ഹൃദയാരോഗ്യ ദിനത്തിൻ്റെയും CPR പരിശീലനത്തിൻ്റെയും ജില്ലാതല ഉദ്ഘാടനം മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് ലെക്ചർ ഹാളിൽ ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. പൊതുജനങ്ങളെ പ്രഥമ ശുശ്രൂഷ നൽകാൻ പ്രാപ്തമാക്കുക, ഹൃദയസ്തംഭനത്തിൻ്റെ ലക്ഷണങ്ങൾ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെയുള്ള ഹൃദയപൂർവ്വം ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനവും കളക്ടർ നിർവഹിച്ചു. ഓരോരുത്തർ വളരെ ക്രിയേറ്റീവായി ജോലി ചെയ്യുന്ന പല രംഗങ്ങളിലും കൂടുതൽ കാലം നമുക്ക് വേണ്ടി ഔട്ട്പുട്ട് തരാൻ സാധിക്കാവുന്ന പലരും അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണ് മരിച്ചവരുടെ എക്സാമ്പിൾസ് ഉണ്ട്. അക്കൂട്ടത്തിൽ ഒരുപക്ഷെ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, പരിശീലനം കിട്ടിയെങ്കിൽ പോലും. ഇനി ഡോക്ടർമാരിൽ പോലും പലരും ഈ പീരിയോഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും അത്ര നമ്മൾ ആലോചിക്കേണ്ടി വരും. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണം ഹൃദ്രോഗമാണ്. അതിനാൽ തന്നെ ഹൃദയാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിയായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെയും കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുന്നതിലൂടെയും ഒരു പരിധിവരെ ഹൃദ്രോഗങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയാതെ പോകരുത് എന്ന സന്ദേശത്തോടെയാണ്
ലോക ഹൃദയാരോഗ്യ ദിനവും CPR പരിശീലനവും സംഘടിപ്പിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് TS ഷിബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 100 പേർക്ക് CPR പരിശീലനം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ R. പ്രഭുദാസ്, NCD നോഡൽ ഓഫീസർ A. ഷിബുലാൽ, CPR ട്രെയിനിംഗ് നോഡൽ ഓഫീസർ ഡോക്ടർ വിനീത്, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ KP സാദിഖ് അലി, കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജിലേഷ്, ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ M. പ്രവീൺ, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ പ്രിയ, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ഉഷാകുമാരി, IMA പ്രതിനിധി ഡോക്ടർ രാജേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. MEC7 ഹെൽത്ത് ക്ലബ്ബ് വണ്ടൂർ ഏരിയയുടെ 1ാം വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. TK ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആഘോഷ പരിപാടികൾ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ ഓഡിറ്റോറിയങ്ങളിൽ ഇവിടെ ഒന്നിൻ്റെയും അതിർവരമ്പുകളില്ല, വേലിക്കെട്ടുകളില്ല. മനുഷ്യൻ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. ആ ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ വിളിച്ചു വരുന്നതാണ്. പക്ഷേ അത്തരം പരീക്ഷകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഈ MEC7 രംഗത്ത് വന്ന ശേഷം നമുക്ക് എല്ലായിടത്തും ഇതുപോലെ കൂട്ടായ്മകൾ 25 അതാണെങ്കിൽ ഞാൻ മുമ്പാട് പങ്കെടുത്തപ്പോൾ ഏതാണ്ട് ആ എക്സസൈസ് മുഴുവൻ കാണാൻ എനിക്ക് അവസരമാണ്. വിവിധ എക്സസൈസുകളുണ്ട്. ആ എക്സസൈസുകളിലൊക്കെ ഒരു സമന്വയമാണ് മാത്സ്. ഏതെങ്കിലും ഒന്നിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ബ്രീത്തിങ് എക്സസൈസ് വരെ അത് നടത്തും. ചടങ്ങിൽ ചെയർമാൻ അക്ബർ കരുമാര അധ്യക്ഷത വഹിച്ചു. MEC7 ഫൗണ്ടർ ഡോക്ടർ സലാഹുദ്ദീൻ, ബ്രാൻഡ് അംബാസിഡർ ഡോക്ടർ അറക്കൽ ബാവ, VA തങ്ങൾ, അഡ്വക്കേറ്റ് അനിൽ നിലവിൽ, ജമാൽ പരവക്കൽ, ഷമീർ മാനു, ജിതേഷ് മക്കരപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ CTP ഉണ്ണി മൊയ്തീൻ, ഏരിയ ചീഫ് ട്രെയിനർ EP ഫിറോസ്, ഭാരവാഹികളായ KK മുഹമ്മദ് അലി, M. അജ്മൽ, KT ജമാൽ, UV മോഹനൻ, അൻവർ മാട്ടുക്കുളം, KT സലീം, P. ഖാലിദ്, K. സിദ്ദീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് MEC7 അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരളത്തിലെ സന്യാസി വര്യന്മാർ നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ പ്രചരണാർത്ഥം നിലമ്പൂരിൽ യോഗം ചേർന്നു. നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിലാണ് യോഗം ചേർന്നത്. യോഗത്തിൽ ധർമ്മ സന്ദേശ യാത്രയെക്കുറിച്ച് കാരക്കോട് ശ്രീ രാമാനന്ദാശ്രമം മഠാധിപതി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ വിശദീകരിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് CV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. VS പ്രസാദ് സ്വാഗതം പറഞ്ഞു. P. ശിവശങ്കരൻ, MK ബാലകൃഷ്ണൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. KNM വണ്ടൂർ ശാഖാ കമ്മിറ്റി കുടുംബ സംഗമം നടത്തി. KNM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി T. യൂസഫ് അലി സ്വലാഹി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് EP മുനീർ അധ്യക്ഷത വഹിച്ചു. മസ്ജിദുൽ മുജാഹിദീൻ ഖത്തീബ് മുഹമ്മദ് നസീബ് മദനി മുഖ്യപ്രഭാഷണം നടത്തി. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ അലി ഷാക്കിർ മുണ്ടേരി പ്രഭാഷണം നടത്തി. EP അബ്ദുൾ ലത്തീഫ്, EP അബ്ദുൾ അസീസ്, ഷെരീഫ് തുറക്കൽ, P. സിറാജുദ്ദീൻ, യൂസഫ് മദാരി, K. മുനീർ സ്വലാഹി, K. ഇബ്രാഹിം, മൂസക്കുട്ടി കാപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. വൈകിട്ട് ആരംഭിച്ച വനിതാ സംഗമം KNM വണ്ടൂർ മണ്ഡലം സെക്രട്ടറി M. സുബൈർ ഉദ്ഘാടനം ചെയ്തു. MGM മണ്ഡലം പ്രസിഡന്റ് KT ഫാത്തിമക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഇസ്ലാമിക കുടുംബം ശാന്തിയുടെ ഭവനം എന്ന വിഷയം സക്കീന നജാത്തിയ അവതരിപ്പിച്ചു. ഫാത്തിമ സമദ്, U. ഖദീജ ടീച്ചർ, P. താഹിറ, K. ഹസീന എന്നിവർ പ്രസംഗിച്ചു. KNM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് സംഗമം നടത്തിയത്. കുടുംബ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ₹10 ലക്ഷം ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം. 10,000-ന് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസിംഗിന് 1 ഗ്രാം 916 സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും.
ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ. ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ. Charitra Vivag Bridal Collections by Shobhika Weddings. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. അഴകിൻ റാണി നീ, മഹാറാണി മഹാറാണി. കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. വാർത്തകൾ തുടരുന്നു. പോരൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടിപ്പാറ അങ്കപ്പൊയിൽ റോഡ് നാടിന് സമർപ്പിച്ചു. AP അനിൽകുമാർ MLA ആണ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. AP അനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് N മുഹമ്മദ് ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, വാർഡ് അംഗം KC സിബികുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ V മുഹമ്മദ് റാഷിദ്, അസ്കർ മഠത്തിൽ, P ജയ്ദ, P സുലൈഖ, K സാബിറ, വാർഡ് പ്രസിഡന്റ് സുശാന്ത് കുമാർ, മഠത്തിൽ അബ്ബാസ് ഹാജി, P ഉണ്ണികൃഷ്ണൻ, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പോരൂർ പഞ്ചായത്ത് 9ാം വാർഡിൽ കുട്ടിപ്പാറ അങ്കപ്പൊയിൽ റോഡ് നമ്മുടെ 23-24 വാർഷിക പദ്ധതിയിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ 10 ലക്ഷം വെച്ച് പണി പൂർത്തീകരിച്ച കുട്ടിപ്പാറ അങ്കപ്പൊയിൽ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്.
ഇവിടെ ഒട്ടേറെ കുടുംബങ്ങൾ വണ്ടിക്ക് സൗകര്യങ്ങളില്ലാതെ ഈ പാറയിലൂടെയായിരുന്നു നടന്നു പോയിരുന്നത്. അവരുടെ എല്ലാം ഭംഗിയാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഈ കുട്ടിപ്പാറ അങ്കപ്പൽ റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഏറനാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ എടവണ്ണയിൽ വയോജന സംഗമം പദ്ധതി ശില്പശാല നടത്തി. എടവണ്ണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സായാഹ്ന ഗ്രൂപ്പ് മെമ്പർമാർക്ക് വേണ്ടിയാണ് ശില്പശാല നടത്തിയത്. കടവത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന പൗരന്മാരാണ് പങ്കെടുത്തത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സീനിയർ സിറ്റിസൺസ് 2007 നിയമത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയ്ക്ക് സംഗമം വേദിയായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുതിർന്ന പൗരന്മാർക്ക് ലഭ്യമാക്കി വരുന്ന ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്തി. അഡ്വക്കേറ്റ് ഷാമിൽ ഇസ്ഹാക്ക് KM ക്ലാസിന് നേതൃത്വം നൽകി. PLV VP അലി അക്ബർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ CP മൂസ, കടവത്ത് കോയ, P ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പാടങ്ങളിൽ ഒരു കാലത്ത് വലിയ ആഘോഷമായിരുന്നു ഞാറുനടിയിൽ. ഞാറ്റുപാട്ടുകൾ പാടിയും വായ്ത്താരികൾ ഏറ്റുപാടിയുമൊക്കെ ഞാറുനടിയിൽ ഒരു വല്ലാത്ത അനുഭവമാണ് സമ്മാനിച്ചിരുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അതെല്ലാം പഴങ്കഥകൾ മാത്രം ആയിരിക്കുകയാണ്. കാർഷിക വൃത്തി അന്യം നിന്നുപോകുന്ന ഈ കാലത്ത് ആ പഴയ തനതു രീതിയിൽ ഒരു ഞാറുനടിയിൽ ആഘോഷം നടന്നു. പൂക്കോട്ടുംപാടം മണ്ണാത്തിപ്പൊയിലിലെ കർഷകന്റെ പാടശേഖരത്തിലാണ് നടിയിൽ ഒരു ഉത്സവമായി നടത്തിയത്. ഞാറ് നടുന്നതിനായി ഉഴുതുമറിച്ചിട്ട ചേറ് നിറഞ്ഞ പാടത്ത് ഞാറ്റുപാട്ടിന് താളത്തിനൊത്ത് അവർ ഞാറ് നട്ടു. പാട്ടും വായ്ത്താരിയുമൊക്കെയായി 2 ഏക്കറോളം വരുന്ന പാടത്തെ ഞാറുനടിയിൽ ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. മണ്ണാത്തിപ്പൊയിലിലെ മുതുകാട് ദിവാകരൻ്റെ പാടശേഖരത്തിലാണ് 1ാം വിള വിരിപ്പ് നെൽകൃഷിയുടെ ഞാറുനടിയിൽ പഴയകാല തനിമയോടെ നടത്തിയത്. പഴയ കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരുന്നു ഈ കാഴ്ചകൾ. ഇന്നത്തെ തലമുറകൾക്ക് ഒരുപക്ഷെ കേട്ടറിവ് മാത്രമായിരിക്കും നെൽകൃഷിയുടെ ഭാഗമായി നടക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ. കാലം എത്ര സഞ്ചരിച്ചാലും മാറ്റങ്ങൾ എന്തൊക്കെ വന്നാലും കേരളത്തിനെ ഇന്നും അടയാളപ്പെടുത്തുന്നത് ഈ മലയാള തനിമകൾ തന്നെയാണ്. SYS വണ്ടൂർ സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം ഒക്ടോബർ 2 വ്യാഴം തിരുവാലിയിൽ നടക്കും. 7 സെഷനുകളിലായി സോൺ പരിധിയിലെ തിരഞ്ഞെടുത്ത 600 പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 ആരംഭിച്ച് വൈകുന്നേരം 6:30 സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഭാഗമായി സ്നേഹാരവം, സ്നേഹസമ്പർക്കം, സ്നേഹസ്പർശം, സ്നേഹപതാക, സ്നേഹക്വിസ്, സ്നേഹജാഥ, സ്നേഹനിധി, സ്നേഹപ്രഭാഷണം, സ്നേഹക്കൂട്ട്, സ്നേഹസഞ്ചാരം, സ്നേഹസമ്മാനം, പ്രസ്ഥാനിക സംഗമം, മുത്തല്ലീം മീറ്റ് തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സ്നേഹലോകം പരിപാടി നടത്തുന്നത്.
സോൺ പ്രസിഡന്റ് മുജീബ് സഖാഫി മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്യും. റിസാലത്ത് മാധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം, തിരുനബി കർമ്മഭൂമിക, ഉസ്വത്തുൻ ഹസന, നബി സ്നേഹസംഗമത്തിൻ്റെ മധുരം, പൂർണ്ണതയുടെ മനുഷ്യകാവ്യം, സ്നേഹ സന്ദേശം തുടങ്ങിയ സെഷനുകളിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൾ അസീസ് സഖാഫി വെള്ളയൂർ, SYS സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി, സെക്രട്ടറി ഷക്കീർ അരിമ്പ്ര, ജില്ലാ സെക്രട്ടറി CKM ഫാറൂഖ് എന്നിവർ പ്രഭാഷണം നടത്തും. വൈകിട്ട് നടക്കുന്ന സെമിനാറിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി മാളിയേക്കൽ വിഷയം അവതരിപ്പിക്കും. എഴുത്തുകാരൻ മുരളീധരൻ മുല്ലമറ്റം മുഖ്യാതിഥിയായിരിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി AP ബഷീർ ചെല്ലക്കുടി മോഡറേറ്ററാകും. സ്നേഹസന്ദേശത്തിനും സമാപന പ്രാർത്ഥനയ്ക്കും സെയ്ദ് സലാം ബുഖാരി തങ്ങൾ വലിയോറ നേതൃത്വം നൽകും. പരിപാടികളുടെ ഭാഗമായി ബുക്ക് ഫെയർ, എക്സിബിഷൻ, ലൈഫ് കോർണർ, ചായ മക്കാനി എന്നിവയും നടക്കും. സ്നേഹലോകം എന്ന ഒരു പ്രോഗ്രാം സ്റ്റേറ്റിലെ 144 കേന്ദ്രങ്ങളിൽ നടക്കുന്നു. SYSൻ്റെ വണ്ടൂർ സോൺ സ്നേഹലോകം തിരുവാലിയിൽ ഒക്ടോബർ 2 വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെ നടക്കുന്നു. വ്യത്യസ്ത സെഷനുകളിലായിട്ടാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. വണ്ടൂർ മേഖലയിലെ 8 പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 600 പ്രതിനിധികളാണ് ഇതിലെ സ്ഥിരം ക്യാമ്പംഗങ്ങളായിട്ടുള്ളത്. മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് ബഷീർ സഖാഫി പൂങ്ങോട്, സെക്രട്ടറി മുസ്തഫ ഹാജി പാണ്ടിക്കാട്, SYS സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം നാസർ പാണ്ടിക്കാട്, ജില്ലാ സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് സഖാഫി പാണ്ടിക്കാട്, SSF ഡിവിഷൻ പ്രസിഡന്റ് സയ്യിദ് തസ്നീം തങ്ങൾ മാളിയേക്കൽ, സെക്രട്ടറി ഫായിസ് സഖാഫി വീതനശ്ശേരി, SMA സോൺ പ്രസിഡന്റ് അബ്ദുൾ ഭാഗഫി വണ്ടൂർ, സെക്രട്ടറി ഷംസുദ്ദീൻ അഞ്ചച്ചവടി, SJM മേഖലാ പ്രസിഡന്റ് റഷീദ് ബാഖഫി പാണ്ടിക്കാട്, സെക്രട്ടറി മൊയ്തീൻ കുട്ടി സഖാഫി കൂരാട്, PK ഹസൈനാർ ഭാഗഫി വീതനശ്ശേരി, ഫൈസൽ വെള്ളില എന്നിവർ പ്രസംഗിക്കും. പ്രസ് മീറ്റിൽ SYS സോൺ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സഖാഫി മാളിയേക്കൽ, ജനറൽ സെക്രട്ടറി ജൗഫർ പത്തിരിയാൽ, അസ്ഹർ സഖാഫി, റഫീഖ് എറിയാട് എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ ആരംഭിക്കണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA നിയമസഭയിൽ. സബ്മിഷനിലൂടെയാണ് MLA വിഷയം ഉന്നയിച്ചത്. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നതാണ് LDF സർക്കാരിന്റെ നിലപാടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. വണ്ടൂർ അമ്പലപ്പടിയിൽ 7 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്ത് പരിധിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വകുപ്പ്. ലോക ഹൃദയ ആരോഗ്യ ദിനം. ഹൃദയപൂർവം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ജില്ലാ കലക്ടർ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. ഷർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503.